കുശവൻ്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ. ദിവ്യാഹിതം പോലെ ഏഴയാമെന്നെ മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ. ദിവ്യാഹിതം പോലെ ഏഴയാമെന്നെ ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്തയൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്തയൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉണർന്നെൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നതോർത്ത് നന്ദി പറയട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ അപ്പൻ്റെ പാദപീഠം ചാർന്ന് കടന്നു വരികയാ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച മക്കളുണ്ട് കർത്താവേ. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. തമ്പുരാൻ്റെ പൊന്നുകരങ്ങളിലോട്ട് ഏൽപ്പിക്കുകയാ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അറിയാവുന്നതിൻ്റെ പാദപീഠത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഈ മറുപടി ഉണ്ടത് നിശ്ചയമാ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ കരുതിയ ദൈവം, മാനിച്ച ദൈവം ഞങ്ങളെ ഇന്നും നടത്തുവാൻ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെയും തൃക്കരങ്ങളിലൊന്ന് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ഞങ്ങൾക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന മക്കളെ ഏൽപ്പിക്കട്ടെ. ജോലി ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കട്ടെ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവന മാർഗം എല്ലാം തമ്പുരാൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാ. എൻ്റെ സ്വർഗം അനുഗ്രഹിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മാനിക്കപ്പെടട്ടെ. പരീക്ഷയായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാ. എൻ്റെ സ്വർഗത്തിലെ ദൈവമർക്ക് ബുദ്ധിയും ആലോചനയും കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന പരീക്ഷയ്ക്കായി സ്തോത്രം ചെയ്യുക. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ചു തരിക. സ്വർഗം മാനിക്കുമാറാകണം, അവരെ കരുതുമാറാകണം, ഓർമ്മശക്തി കൊടുക്കണം, അപ്പച്ചൻ്റെ കാര്യം ചാർത്ത് പിടിക്കണം. അവരിയ്ക്കുന്നിടത്ത് അപ്പച്ചൻ തന്നെ ഇരിക്കണം. ആമേൻ, ഹല്ലേലൂയ. അവരുടെ ആൻസർ പേപ്പർ അവിടുന്ന് തന്നെ തയ്യാറാക്കുമാറാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അത്ഭുതവും അതിശയമായി പരീക്ഷ എഴുതുവാൻ തക്കണം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സ്വർഗമൊരുക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും മുന്നമേ നന്ദി പറയുക. വലിയ ജയത്തിനായി സ്തോത്രം ചെയ്യുക. ശത്രു കാണാതോണം കാൽവറി രക്തത്താൽ കുഞ്ഞുങ്ങളെ മുദ്രയിട്ട് പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ് സഹായിക്കും, നിശ്ചയമായി മാനിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അമൽമോനെയും അവൻ്റെ കൂട്ടുകാരെയും ഏൽപ്പിക്കുന്നു. നിതിന്മോനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ജിജോമോനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ, സ്തോത്രം സ്തോത്രം. നാദർശയ്ക്കായി നഥാൻമോനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ പൈതലിനെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. 28-ാം തീയതി നടക്കുന്ന പരീക്ഷയിലും ദൈവിക സാന്നിധ്യമുള്ളതോർത്ത് നന്ദി പറയുക. റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് സഹായിക്കണമേ അപ്പാ. ജോലി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുകയാ. സ്വർഗമരോട് കരുണ കാണിക്കണം, മനസ്സലിയണം. ആമേൻ. ദൈവം തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറന്നാട്ട് അവർക്ക് വേണ്ടുന്ന ഉപജീവനമാർഗം തുറന്നു കൊടുത്ത് സഹായിച്ചാട്ട് കർത്താവേ. അഭിജിത്തിനായി പ്രാർത്ഥിക്കുന്നു, അന്നാമോൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സുനിൽമാനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം അനുഗ്രഹിച്ച് സഹായിക്കണമേ അപ്പാ. ജോലി ആഗ്രഹിച്ച് പ്രാർത്ഥന ചോദിച്ച കുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ അപ്പൻ്റെ കരം നീട്ടി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കഴിഞ്ഞ നാളുകളിൽ ജോലി ചെയ്ത് ജോലി നഷ്ടപ്പെട്ടു പോയ മക്കളെയും സമർപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗവിഭജന മാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്ത് ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെയും അനുഗ്രഹിച്ച് ആരോഗ്യത്തിലും സമാധാനത്തിലും നല്ല പ്രതിഫലം പറ്റുവാൻ ദൈവമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ. ആമേൻ. ഹല്ലേലൂയ കർത്താവേ.
കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. സമാധാനത്തോടെ മുൻപോട്ട് ജീവിപ്പാനിടയാക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. മദ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്ന കുടുംബങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. കർത്താവേ, തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടുവാൻ സമ്മതിക്കരുതേ. തൻ്റെ പ്രിയപ്പെട്ട മക്കൾ പൂർണ്ണമായും ഈ ലഹരി പദാർത്ഥത്തിൽ നിന്നൊരു വിടുതലും മോചനവും പ്രാപിപ്പാൻ സ്വർഗത്തിലെ അപ്പൻ ഇടയാക്കുമാറാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലഹരി പദാർത്ഥം പൂർണ്ണമായും ഈ ലോകത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ കർത്താവേ. അധികാരികളോടൊക്കെ എൻ്റെ കർത്താവ് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. അനേകം നിലവിളിക്കുന്ന മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളെയൊക്കെ നീ കാണുന്നില്ല കർത്താവേ. അനർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എങ്ങും ഒരു സ്വസ്ഥതയും സമാധാനമില്ലാതെ ഭയത്തോടെ ആയിരിക്കുന്ന ജീവിതങ്ങളോട് സ്വർഗം കരുണ കാണിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാ. കണ്ണുനീരിൻ്റെ മുൻപിൽ നിൽക്കുന്ന ദൈവമേ, ഈ വിഷയത്തിൻ്റെ നടുവിലൊന്ന് ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. മദ്യപാനികൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കടന്നു വരട്ടെ കർത്താവേ. അതിന് മുഖാന്തരം ഒരുക്കിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാലേലൂയ. ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കട്ടെ. തക്ക തുണി ഒരുക്കി അവരുടെ വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകൾ അനുഗ്രഹിക്കുമാറാകണം. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഉള്ളകരത്തിൽ വഹിച്ചുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം കൊടുക്കണമേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ കർത്താവേ. യാത്ര പോകുന്ന ഓരോ മക്കളെയും പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഓരോ മക്കളും സുരക്ഷിതരായ അവരുടെ സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ ഇടയാക്കുമാറാകണം. ആമൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യാത്ര തിരിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സുഖകരമായി എത്തുവാൻ തക്കണം സ്വർഗത്തിലെ അപ്പത്തിനവരോട് കാണിച്ച കരുണയ്ക്കായി സ്തോത്രം ചെയ്യുക കർത്താവേ. പിന്നെയും പരിപാലിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ട് കർത്താവേ. മനസ്സറിയണമേ, സ്വർഗം ആശ്വസിപ്പിക്കണമേ പാ. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ അഭിഷേകം ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ട്. ആമൻ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളുണ്ട്. അവരെ അനുഗ്രഹിക്കണം, സഹായിക്കണം. പുതിയ നന്മകളാൽ ഈ പുതുവർഷക്കാലം നിറച്ചാട്ട് കർത്താവ്. ദൈവമായ കർത്താവേ, ഈ സമയം വിദേശത്ത് PR ലഭിക്കേണ്ട ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. എത്രയും പെട്ടെന്ന് കാര്യാദികളെ ക്രമീകരിച്ച പൈതലിന് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭവനത്തോട് ചേർന്ന് പോകുവാനും വരുവാനുമുള്ള സൗകര്യസ്ഥാനത്ത് ജോലി ലഭിക്കേണ്ട മകനെ സമർപ്പിക്കുകയാണ്. സ്വർഗമൊരുക്കി വെച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ബിസിനസ് ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പുതിയതായിട്ടൊക്കെയും കർത്താവേ ഹല്ലേലൂയ ഉപജീവനമാർഗത്തിൻ്റെ ആമൻ ആരംഭം കുറിച്ച മക്കളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവേ. തടസ്സങ്ങൾ, മുടക്കങ്ങൾ മാറ്റി തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കഷ്ടനഷ്ടം കൂടാതെ ദൈവം അവരുടെ ഉപജീവനമാർഗം വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകുമാറാകണമെന്ന് അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ബിസിനസ് ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ചെറുതും വലുതുമായ ജോലിയിലും ചെറുതും വലുതുമായ ബിസിനസ്സിലും തമ്പുരാൻ്റെ കരം ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, സമയം ഹല്ലേലൂയ. മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കളുണ്ട് കർത്താവേ. അനുസരണം കെട്ട മക്കളുണ്ട് കർത്താവേ. എൻ്റെ ദൈവമേ, വിദ്യാഭ്യാസം പൂർത്തീകരിക്കാത്ത മക്കളുണ്ട്. കൂട്ടുകാർക്ക് അടിമപ്പെട്ട മക്കളുണ്ട് കർത്താവേ. അവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുമാറാകണം. എൻ്റെ ദൈവം അവർക്കൊരു ബോധം കൊടുക്കണമേ കർത്താവേ. അവരുടെ ഭാവിയെക്കുറിച്ചൊരു ബോധം, ഉത്തരവാദിത്വം കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച കുഞ്ഞുങ്ങളെ പേരുപേരായി സമർപ്പിക്കട്ടെ കർത്താവേ. അജേഷിനായി പ്രാർത്ഥിക്കുന്നു, അഭിലാഷിനായി പ്രാർത്ഥിക്കുന്നു, അമ്പിളിക്കായി പ്രാർത്ഥിക്കുന്നു, അഭിജിത്തിനായി പ്രാർത്ഥിക്കുന്നു, മനുവിനായി, മണിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവം തന്നെ കുഞ്ഞുങ്ങളുടെ ഭാവി അറിഞ്ഞ്, അവരുടെ ആവശ്യമറിഞ്ഞ്, ആഗ്രഹമറിഞ്ഞ്, അവരുടെ മാതാപിതാക്കളെ അറിഞ്ഞ് അത്ഭുതങ്ങളെ ചെയ്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജോലി ചെയ്യാൻ മനസ്സില്ലാതെ അലസരായി നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ. എൻ്റെ ദൈവമേ, അവർക്ക് തക്കതായ ജോലി ഒരുക്കണമേ. അത് ചെയ്യുവാനുള്ള കൃപയും മനസ്സും അവർക്ക് ആരോഗ്യം കൊടുത്തവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെട്ടുവാൻ സമ്മതിക്കലെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ്. ഈ സമയം ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും അയ്യം വിളിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി അത്ഭുത സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. അടിയൻ പേരുപേരായി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി ഇറക്കിക്കാട്ടെ. അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരം നീട്ടിക്കാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദേശത്തോട് കരുണ കാണിക്കണമേ കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ
ദേശത്തിൻ്റെ മേൽ പാപബോധം വരുത്തണമേ. ആമേൻ ആമേൻ. ജനത്തെ ഉണർവിൻ്റെ കർത്താവെ ഉണർവിൻ്റെ കാറ്റിനെ അയച്ചുകൊണ്ട് ഹാലലുയ്യ ഉണർവോടെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിപ്പാൻ തക്കണം ഇടയാക്കണമേ. വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ ഓരോ മക്കളെയും ഇടയാക്കണമേ കർത്താവെ. ഹാലലുയ്യ. ദൈവമായ കർത്താവെ, അനീതിയും അക്രമവും നിറഞ്ഞിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവെ ദൈവജനത്തെ സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വീകരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിൻ്റെ നാമം ജനം അറിയണം, അതിനായി പ്രാർത്ഥിക്കുക കർത്താവെ. എല്ലാം അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.